ഹലോ മച്ചന്മാരെ, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ബ്രഹ്മയുഗം സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സോറി. അപ്പോൾ എന്തായാലും സിനിമ എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. അവിടെ ഞെട്ടിച്ചു, കാരണം ഇടയ്ക്ക് 2-3 സീനുകൾ ഞെട്ടുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഞെട്ടിച്ചു, കാരണം അമ്മാതിരത്തൊരു എന്താ പറയുക, ഒരു അഭിനയിച്ച് തകർത്ത സിനിമയാണ്. കാരണം മമ്മൂട്ടിൻ്റെ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ അഭിനയം. ഞാൻ ഇന്നലത്തെ ഒരു മമ്മൂട്ടി ഫാനായ പോലെ എന്താ പറയുക, കാരണം അമ്മാതിരത്തൊരു ആക്ടിങ് സ്കിൽസ് ആണ്. ഇവിടുന്ന് എങ്ങനെ എന്നൊന്നും അറിയില്ല, പക്ഷെ അസാധ്യ അഭിനയം മാത്രം. അതുകൂടാണ്ട് അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, നല്ല അഭിനയം. പിന്നെ സിനിമയുടെ ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 hour 19 minutes ആണ്. സമയം പോയത് അതായത് 2.5 മണിക്കൂർ ആയത് അറിഞ്ഞിട്ടേ ഇല്ല, സത്യം പറഞ്ഞില്ല. സിനിമയ്ക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, എത്ര പെട്ടെന്ന് സമയം പോയെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ മൂവി. എന്താ പറയുക, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നമുക്കൊരു ലാഗായിട്ട്, എനിക്ക് ലാഗ് അടിച്ചിട്ടേ ഇല്ല. സാധാരണ സിനിമകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ലാഗൊക്കെ അടിച്ച് ബോറടിച്ച് ഇച്ചിരി ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇന്നലത്തെ സിനിമയിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫോണ് തൊട്ടിട്ടും കൂടി ഇല്ല. സാധാരണ ഞാൻ എന്താ പറയുക, ഒരു ഇൻട്രോ വരുമ്പോഴൊക്കെ ജസ്റ്റ് സ്റ്റേറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്ന. ഇന്നലെ അതുപോലെ എടുക്കാൻ എനിക്ക് ഫോൺ എടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. എന്താ പറയുക, സ്റ്റോറീൻ്റെ ഒരു എന്താ പറയുക, ഒരു തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അർജുന അശോകൻ്റെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാണം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നതാണ്. അതൊരു കെ ജതിക്കാരൻ, ഒരു പാട്ടുകാരൻ. സോ അതായത് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഓടി. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇതാണൊരു മെയിൻ കോൺസെപ്റ്റ്. അപ്പം എന്താ പറയുക, നല്ലോണം ചെയ്തിട്ടുണ്ട് അർജുന അശോകനും. പിന്നെ സിദ്ധാർത്ഥം നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടീൻ്റെ പുള്ളി എങ്ങനെയാണ് അഭിനയിച്ചത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു റെഫറൻസ് ഇല്ലാണ്ട് പുള്ളി അഭിനയിച്ച സിനിമ. കാരണം ഇതൊരു മുത്തച്ഛി കഥ സ്റ്റോറി പോലത്തെ സിനിമയാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഇത് നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ അതിനെ അഭിനയിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ആ ഒരു രീതിയിൽ എക്സ്പ്രഷൻ കൊണ്ടുവരാനൊക്കെ ഐ തിങ്ക് മമ്മൂട്ടി നെക്സ്റ്റ് ലെവൽ അഭിനയിച്ച്. കാരണം ഇന്നലെ തന്നെ, കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. അപ്പം എന്തായാലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ, കാരണം ഇത് സിനിമ നഷ്ടമല്ല, കാരണം പോയി വർത്താണ് മൂവി തിയേറ്ററിൽ പോയി കാണുന്നത്. സോ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണാം, നല്ലൊരു മൂവിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ എന്താ പറയുക, ഞാൻ സിനിമ കുറച്ച് ചൂസ് ചെയ്യാണ്. എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് കാണാൻ തോന്നുന്ന സിനിമകൾ മാത്രമേ ഞാൻ തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. പക്ഷേ ഇതൊന്നും എനിക്ക് ട്രെയിലർ കണ്ടതേ തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്നൊരു ഫീൽ വന്നു. ഇങ്ങനെ തന്നെ പോയി കണ്ടു. അപ്പോൾ മച്ചന്മാർ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റ് ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ കൊള്ളൂല്ല എന്നുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടാവാതിരിക്കാം. ബട്ട് ഞാൻ പറയാം, എനിക്ക് ട്രെയിലർ കണ്ടത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് എനിക്ക് കാണണമെന്ന് തന്നെ എനിക്കൊരു ഫീൽ വന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫിലിം കുറച്ച് ചൂസ് ചെയ്തിട്ടേ കാണുള്ളൂ. കാരണം ഈ ഒരു സ്റ്റോറിക്ക് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റ് തന്നെ വേണം. ഇതൊരു കളറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പണ്ടത്തെ ഒരു മുത്തച്ഛി, ഇപ്പം നമ്മൾ അമ്മമ്മേൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ കുറേ പണ്ടത്തെ സ്റ്റോറികളൊക്കെ കേൾക്കാറില്ലേ. ഇപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാരിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഓർക്കുക, അതായത് ഒരു ഫോട്ടോ കാണുമ്പോൾ പണ്ടത്തെ ഫോട്ടോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല. സെയിം അതേ ഒരു കോൺസെപ്റ്റാണ് സിനിമ. കാരണം ആ ഒരു ഇത് വെച്ചിട്ട് ആരും സിനിമ കാണാണ്ടിരിക്കരുത്, വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ഈ സിനിമയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അതിൻ്റെ ശരിക്കും വേണ്ടത്. കാരണം ഇതൊരു കളറിലെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് രസം ഉണ്ടാവുന്ന കാണാൻ. കാരണം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ വരേണ്ട ഒരു സിനിമയാണ്. കാരണം എന്നാലേ അതിനൊരു മീനിങ്, ആ ഒരു സ്റ്റോറിക്ക് ഒരു മീനിങ് തോന്നുള്ളൂ. കാരണം ഇത് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ 100% ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ നിൽക്കില്ലായിരുന്നു. ഞാൻ വല്ല OTT തിയേറ്റർ വരുമ്പോൾ ഞാൻ പോയിരുന്നു കണ്ടേനെ.
കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഒരൊറ്റ റീസണിലാണ് എനിക്ക് കാണാനൊരു ഫീൽ വന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആ ഒരു ഇത് വെച്ചിട്ട് ഇത് പക്ക ഇത് തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആ ഒരു അത് ഡയറക്ടറിൻ്റെ ഒരു സാധാരണ കഴിവ്, ദാറ്റ്സ് ഹാറ്റ്സ് ഓഫ്. കാരണം അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്നതിന്. കാരണം ഇപ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ ഇപ്പം മൈറ്റ് ബി ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ഓബിയസ്ലി കളർ തീം ആയിരിക്കും. ബട്ട് ഒരു ചലഞ്ചാണ് എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. ബട്ട് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും മച്ചന്മാരെ കാണാത്തവരുണ്ടെങ്കിൽ അല്ല ഇന്ന് റിലീസായിട്ടേ ഉള്ളൂ, അപ്പം കാണുക പറ്റുന്നത് തിയേറ്ററിൽ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് നമ്മളായിട്ട് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.